എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. ഇന്നൊരു കിടില നോൺ വെജ് റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം, ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം ഇവയുടെയൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ബീഫ് കുറുമയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് പല രീതിയിൽ തയ്യാറാക്കാം. വൈറ്റ് കളറിലും ബ്രൗൺ കളറിലൊക്കെ കാണാറുണ്ട്. മുളക് പൊടി ഒട്ടും ചേർക്കാതെ പച്ചമുളക് മാത്രം ചേർത്ത് വൈറ്റ് കളറിലും ഇത് തയ്യാറാക്കാൻ പറ്റും. ഞാൻ ഇന്നിവിടെ മുളക് പൊടി ചേർത്തുള്ള ബ്രൗൺ കളറുള്ള കുറുമയാണ് തയ്യാറാക്കുന്നത്. റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിലേക്ക് 750 ഗ്രാം ബീഫ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. നല്ല എരിവ് വേണ്ടവർക്ക് കാശ്മീരിക്ക് പകരം സാദാ മുളക് പൊടി ഉപയോഗിക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ബീഫ് എടുക്കുമ്പോൾ എല്ലുള്ള ടൈപ്പ് എടുത്താൽ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഞാനിവിടെ ബോൺലെസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാനായി വെക്കണം. 1.5 തൊട്ട് 2 മണിക്കൂർ വരെ ഇത് മാരിനേറ്റ് ചെയ്യണം. ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണം. 2 മണിക്കൂറിലും കൂടുതൽ വയ്ക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാലും മതി. എല്ലാ കഷ്ണങ്ങളിലും നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതടച്ച് മാരിനേറ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു 2 മണിക്കൂർ മാറ്റി വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനി വേവിക്കാം. ഞാനിവിടെ ഒരു കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുക്കറിൽ തന്നെ വേവിക്കണമെന്നില്ല, എളുപ്പത്തിൽ വേവിച്ചെടുക്കാൻ വേണ്ടി കുക്കർ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് പാനിൽ വേവിച്ചെടുക്കുന്നതാണ് താല്പര്യമെങ്കിൽ ആ രീതിയിൽ വേവിച്ചെടുത്താലും മതി. ഇതിലേക്ക് ഒരു ചെറിയ സവോള ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തത് ചേർക്കാം. 1/2 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തത്, അതേ അളവിൽ തന്നെ വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തത്, രണ്ടും 10 ഗ്രാം അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞ് ചേർക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ചതച്ച് ചേർത്താലും നല്ലതാണ്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് വേവിക്കാനായി വയ്ക്കാം. നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് വേവിക്കുന്നത്. അതുകൊണ്ട് ആദ്യം ലോയ്ക്കും മീഡിയത്തിനും ഇടയിൽ ഒരു ഫ്ലെയിമിൽ വെച്ച് കുക്കറിൻ്റെ അടപ്പിൽ വെയിറ്റ് വയ്ക്കാതെ വേവിക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുക്കർ തുറന്ന് ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങിയെന്ന് ഉറപ്പ് വരുത്താം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം കുക്കറിൻ്റെ അടപ്പിൽ വെയിറ്റ് ഇട്ട് വേവിക്കാനായി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കൂടെ വെച്ചാണ് ഞാനിവിടെ ബീഫ് വേവിക്കുന്നത്. പല സ്ഥലങ്ങളിലും കിട്ടുന്ന ബീഫിന് പല വേവാണ്. അപ്പം ബീഫിൻ്റെ വേവ് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. എനിക്കിവിടെ ഒരു വിസിൽ കഴിഞ്ഞ് ഇതുപോലെ 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ കറക്റ്റായിട്ട് വേവായി കിട്ടും. അപ്പോൾ അഥവാ നിങ്ങൾക്ക് ആ സമയം കൊണ്ട് വേവായി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അടച്ച് വീണ്ടും വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ സ്ഥലത്തെയും ബീഫിൻ്റെ വേവ് അനുസരിച്ച് ബീഫ് വേവിച്ചെടുക്കുക. ഞാനിവിടെ ഒരു വിസിലിന് ശേഷം ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കൂടെ വേവിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോകാനായി മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു പാൻ ചൂടാകാനായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് 10 ചെറുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. അഥവാ നിങ്ങളുടെ കയ്യിൽ ചെറുള്ളി ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയാൽ മതി. പകരം ഈ സമയത്ത് സവാള ചേർക്കണ്ട, കാരണം ഇനി മുന്നോട്ട് നമ്മളിതിൽ സവാള ചേർക്കുന്നുണ്ട്. ഉള്ളി നന്നായി മൂത്ത് ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞോ ചതച്ചോ ചേർക്കാം. എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ കൂടുതൽ എണ്ണം ചേർക്കണം. ഇതിനി നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം. ഇവയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. ഇത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർക്കാം.
ഒരു ചെറിയ സവാള മതി, മീഡിയം സൈസിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് ഇളക്കി നന്നായി വഴറ്റിയെടുക്കാം. അപ്പോഴൊരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വഴട്ടാം. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ചേർക്കുന്ന സവാളയ്ക്ക് പകരം മുഴുവൻ ചെറുള്ളി ചേർത്താൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. സവാള നന്നായി വഴണ്ട് അലിഞ്ഞ് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താണ് ചേർക്കുന്നത്. ഇത് നന്നായി വഴറ്റിയെടുക്കണം. തക്കാളി വെന്ത് അലിഞ്ഞ് കിട്ടണം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് സവാളയുമായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. ബീഫ് എനിക്കിവിടെ കറക്റ്റായി വേവായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ബീഫ് ചേർക്കാം. ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒത്തിരി വെള്ളമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ബീഫിൻ്റെ ചാറും കഷ്ണങ്ങളും കൂടി ഒരുമിച്ച് ചേർക്കാം. അഥവാ നിങ്ങൾ വെള്ളം ചേർത്താണ് ബീഫ് വേവിച്ചതെങ്കിൽ ഇപ്പോൾ കൂടുതൽ വെള്ളം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് ബീഫ് കഷ്ണങ്ങൾ മാത്രം ഇട്ട് മസാലയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ചാറ് ചേർത്താൽ മതി. ഇനി ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ബീഫ് കഷ്ണങ്ങളിലേക്കൊക്കെ മസാല നന്നായിട്ടൊന്ന് പിടിക്കണം. ഇനി ഇതിലേക്ക് മല്ലിയില ചേർക്കാം. ചെറുതായി അരിഞ്ഞെടുത്തതിന് ശേഷം 2-3 ടേബിൾ സ്പൂൺ എടുക്കാം. അതുപോലെ തന്നെ അരിഞ്ഞെടുത്ത് 1 ടേബിൾ സ്പൂൺ പുതിനയില കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം. അപ്പം മല്ലിയും പുതിനയൊന്നും ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. ഉണ്ടെങ്കിൽ ചേർക്കുക. അപ്പം ഇത് ചേർത്താൽ കറിക്കൊരു വ്യത്യസ്തമായ രുചിയാണ്. ഇതിൽ ഞാൻ കറിവേപ്പില ചേർക്കാതെയാണ് ഈ കറി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ മസാല തയ്യാറാക്കുന്ന സമയത്തും ഈ സമയത്തൊക്കെ കറിവേപ്പില 1-2 തണ്ട് ചേർക്കാം. മല്ലിയുടെയും പുതിനയുടെയൊക്കെ ഫ്ലേവർ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങിയതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. നമ്മളിതിൽ തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലുമായിട്ട് സെപ്പറേറ്റ് ആയിട്ടല്ല ചേർക്കുന്നത്. 1/4 കപ്പ് തേങ്ങ ചിരകിയതെടുത്ത് അതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് അടിച്ച് പിഴിഞ്ഞെടുക്കുന്നു. അപ്പോൾ നമുക്ക് 1-ാം പാല് കിട്ടി. അതിനുശേഷം വീണ്ടും അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് വീണ്ടും അടിച്ചു പിഴിഞ്ഞെടുക്കുന്നു. അപ്പോൾ നമുക്ക് 2-ാം പാല് കിട്ടി. ഈ 2-ാം പാലും 1-ാം പാലും കൂടെ മിക്സ് ചെയ്തിട്ട് മൊത്തത്തിൽ 1 കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കാഷ്യൂ പേസ്റ്റ് ചേർക്കാം. 10 കാഷ്യൂ നട്ട്സ് ആദ്യം മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം അതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുത്തതാണിത്. ഇതിപ്പോൾ വെള്ളം ചേർത്ത് അരച്ചതിന് ശേഷം ഇതൊരു 1/2 കപ്പ് അളവുണ്ട്. ഇത് ചേർത്താൽ കറിക്ക് പ്രത്യേക ടേസ്റ്റാണ്. നല്ലൊരു റിച്ച് ഫീൽ ഉണ്ടാവും. അതുകൊണ്ട് ഇത് ഒഴിവാക്കാതിരിക്കുക. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ കാഷ്യൂസ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് 1-ാം പാല് കൂടുതൽ അളവിൽ ചേർക്കുക. ഇനി ഇത് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ബീഫ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമാണ് തയ്യാറാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ബീഫ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് കഴിക്കുന്നവരെല്ലാവരും ഇതുപോലെ ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കും കമൻസും ഉണ്ടെങ്കിലേ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാർത്ഥമായ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.